ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെഴുകുതിരിയുടെ പിറവി ലക്ഷ്യം ഒരു ജ്വാലയാവുകയാണ് എന്ന് റൂമി എഴുതുന്നു. വചനവിശുദ്ധിയാർന്ന അനേക ലക്ഷം നെയ്ത്തിരിനാളങ്ങൾ ഉജ്ജ്വലപ്രഭ ചൊരിയുന്ന ഇടമാണ് കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ കമ്മീഷനും കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റിയും കഴിഞ്ഞ 23 വർഷങ്ങളായി നടത്തിവരുന്ന ലോഗോസ് ക്വിസ്. കേരളത്തിനകത്തും പുറത്തുമായി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും അനേക ലക്ഷം പേരാണ് ഈ വർഷവും ലോഗോസ് എന്ന വചനപ്രഭാപൂരത്തിൽ മാറ്റുരച്ചത്. 4,70,70,781 പേർ A, B, C, D, E, F എന്നീ 6 വിഭാഗങ്ങളിലായി രൂപത, സംസ്ഥാന, അഖിലേന്ത്യാ തലങ്ങളിൽ പരീക്ഷ എഴുതി. അങ്ങനെ ഈ 6 വിഭാഗങ്ങളിൽ നിന്ന് ഒന്നാമതെത്തിയ 6 പേരാണ് ലോഗോസ് പ്രതിഭാ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ന് നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ 5 റൗണ്ടുകൾ ഇതാ സമാപിച്ചിരിക്കുന്നു. 6ാം റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 6ാമത്തെ റൗണ്ടിന്റെ പേര് വേഗം. ഇത് നമുക്കറിയാവുന്നതുപോലെ റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഒരു ചോദ്യത്തിന് 5-ൽ താഴെ സെക്കൻഡ്സ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. 5 സെക്കൻഡിൽ കൂടുതലായാൽ നിങ്ങൾക്ക് 15 ചോദ്യങ്ങൾ ഒരു പക്ഷേ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചോദ്യം അച്ഛൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക, അതിവേഗം ഉത്തരം പറയുക. 15 ചോദ്യങ്ങൾ, 15 മാർക്ക്. അപ്പോൾ ക്വിസ് മാസ്റ്റർ, നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന 6 സെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ട സെറ്റ്. അപ്പോൾ ഞാനിത് ഷിബു തോമസ് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഒരെണ്ണം ഒരു മിനിറ്റും 60 സെക്കൻഡ് കൊണ്ട് 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നതാണ് ഇവിടെ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വേഗം എന്ന് പറയുന്നത്. 0-ൽ എത്തിയതിന് ശേഷം ചോദ്യം വന്നാലും ആ ചോദ്യം ചോദിച്ച് തീർത്തിട്ട് അത് ഉത്തരം പറയും. അത് ആ 0-ലേക്ക് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ പാസ് പറയണം. പാസ് എന്ന് പറയും. പാസ് പറഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റക്കായി പോകും. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മേരി തോമസ്, മേരി ആന്റണി. ടൈം സ്റ്റാർട്ട് നൗ. എന്നാൽ ഞാൻ അവനെ ശ്രവിച്ചില്ല, അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ആരാണ് ഈ അവൻ? ബാലക്ക് ശപിക്കാൻ വന്ന ആൾക്കാർ ബാലാമിനെ ശ്രമിച്ചില്ല കർത്താവ്. റൂബന് ആരുടെ രാജ്യം മുഴുവനുമാണ് ഓഹരിയായി ലഭിച്ചത്? മറ്റേ യൂദാ ഗോത്രത്തിന്റെ ഇടയിലാണ് ഓഹരി ലഭിച്ചത്. ആരൊക്കെയാണ് ഇസ്രായേൽ ജനം തുരുത്താതിരുന്നത്? കാനാന്യരെ തുരുത്തിയില്ല. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെ എന്ന് വിശേഷിപ്പിക്കുന്നത്? നിയമത്തിൽ വിശ്വസിക്കാത്തവന്. ആരെയാണ് കൽപ്പനകളെ പ്രതി സഹായിക്കേണ്ടത്? ദരിദ്രന്. ചില കാര്യങ്ങളെ ഓർത്ത് കൽപ്പനകൾ പാലിക്കാൻ പ്രഭാഷകൻ പറയുന്നുണ്ട്. ഏതാണ് ആ കാര്യങ്ങൾ? യേശു യോഹന്നാനെ പറ്റി ആരോടാണ് പറയാൻ തുടങ്ങിയത്? ജനക്കൂട്ടത്തോട്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറഞ്ഞത് എപ്പോൾ? ഉപമയുടെ അവസാനം. നമുക്ക് 15 ചോദ്യങ്ങളുണ്ട്. അതിൽ 8 ചോദ്യങ്ങൾക്കാണ് മേരി തോമസ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. മേരി തോമസ് 8 ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചു. അതിൽ നിന്നും
4.5 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്ത ആളിലേക്ക് പോകാം. അമല ഷിൻഡോ. അമല ഷിൻഡോ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. ഏത് ഗോത്രത്തിനാണ് ബഥേൽ അവകാശമായി ലഭിച്ചത്? ഇസാക്കർ. അനാക്കിമുകളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്ന സ്ഥലം ഏത്? കിരിയാത്ത് അർബ, ഹെബ്രോൺ. ലേശേമിനെതിരെ യുദ്ധം ചെയ്ത ഗോത്രം ഏത്? ദാൻ ഗോത്രം. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ മരിച്ചാലും മരിക്കുന്നില്ല എന്ന് പറയുന്നത്? പിതാവിനെ കുറിച്ച്. കരുണയുള്ളവൻ കടം കൊടുക്കുന്നത് ആർക്ക്? അയൽക്കാരന്. ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്നിക്കരുതത് ആരെ? അയൽക്കാരനെ. വിധക്കാരന്റെ ഉപമ ശ്രവിച്ച ജനക്കൂട്ടം എവിടെ നിന്നും വന്നവരായിരുന്നു? പല പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടിയ ജനക്കൂട്ടം. യേശുവിനെ കണ്ടപ്പോൾ ഉറക്കെ നിലവിളിച്ചത് ആരാണ്? അശുദ്ധാത്മാവ് ബാധിച്ചവൻ. ഗെരസേനരുടെ നാട്ടിലെ. കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തിയ അത്ഭുതത്തിന് ശേഷം ലൂക്ക വിവരിക്കുന്ന സംഭവം ഏതാണ്? ശിമയോന്റെ വീട്ടിൽ പത്രോസിന്റെ ഭവനത്തിൽ യേശു പോകുന്നത്. അപ്പോസ്തലൻ ആരെയാണ് കടുപ്പമേറിയ മനസ്സുള്ളവർ എന്ന് വിശേഷിപ്പിക്കുന്നത്? പഴയ പ്രമാണം വായിക്കുന്നവര്. ഓക്കെ, അമല ഷിൻഡോ 10 ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചു. അതിൽ നിന്നും 6 മാർക്ക്. ആനി ജോർജ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏശാവിന് അവകാശമായി നൽകിയ ഇടം? സേർ മലമ്പ്രദേശം. മലയിലും താഴ്വരയിലും നീരുറവുകൾ സമ്മാനമായി ലഭിച്ചത് ആർക്കാണ്? അക്സായിക്ക്. ബെർഷബ എന്ന പട്ടണം ഏത് ഗോത്രത്തിനാണ് ലഭിച്ചത്? ശിമയോൻ. എന്തിനെയാണ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവമായി പ്രഭാഷകൻ ചിത്രീകരിക്കുന്നത്? ഉന്മത്തത. എന്താണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം? ന്യായവാദം. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്, എന്നാൽ ഒന്നും അവന് തുല്യമല്ല. ആരാണ് ഈ അവൻ? കണ്ണു ചുമന്നവൻ. ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. ആര്? സ്നാപക യോഹന്നാൻ. ആരാണ് സ്നാപക യോഹന്നാനെ ഗുരു എന്ന് അഭിസംബോധന ചെയ്തത്? ചുങ്കക്കാർ. മകൻ മരിച്ചുപോയ വിവരം ജൈറോസിനെ അറിയിച്ചത് ആര്? സിനഗോഗിൽ നിന്ന് വന്ന ഒരാൾ. ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു എന്ന് ദൈവം അരുളി ചെയ്യുന്നത് എപ്പോൾ? രക്ഷയുടെ ദിനത്തിൽ. സഖറിയ എന്ന ഹെബ്രായ നാമത്തിന്റെ അർത്ഥം? യാഹുവെ ഓർമ്മിച്ചിരിക്കുന്നു. യാഹുവെ ഓർമ്മിച്ചിരിക്കുന്നു. 11 ചോദ്യം. ആനി ജോർജ് ചേച്ചിക്ക് 11 ചോദ്യങ്ങളിൽ നിന്ന് 9 മാർക്ക് സ്കോർ ചെയ്തു. നല്ല പെർഫോമൻസ് ആണ്. ലിയ ട്രീസ സുനിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ്. ഉപ്പുകടൽ അതിരായി ലഭിച്ച ഗോത്രങ്ങൾ ഏവ? യൂദ. റാമ എന്ന പട്ടണം ഏത് ഗോത്രത്തിലാണ് ലഭിച്ചത്? യൂദായ്ക്കും ജോസഫിനും മധ്യ സ്ഥലം കിട്ടിയ ഗോത്രം ഏതാണ്? ബെഞ്ചമിൻ. ഏതൊക്കെയാണ് ദുഷ്ടനോടൊപ്പം എപ്പോഴും ഉള്ളത്? കോപം, ക്രോധം. ആരെക്കുറിച്ചാണ് അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കുമെന്ന് പ്രഭാഷകൻ പറയുന്നത്? എന്തിനെയാണ് ഇരയ്ക്കു വേണ്ടി പതിയിരിക്കുന്ന സിംഹവുമായിട്ട് പ്രഭാഷകൻ താരതമ്യം ചെയ്യുന്നത്? പാപം പാപിയെ കാത്തിരിക്കുന്നു. ആരെയൊക്കെയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് യേശു പറയുന്നത്? പാപിനിയായ സ്ത്രീയോടും രക്തസ്രാവകാര സ്ത്രീയോടും. അല്പം ക്ഷമിക്കപ്പെടുന്നത് ആരോടെന്നാണ് യേശു പഠിപ്പിച്ചത്? അല്പം സ്നേഹിക്കുന്നതിനോട്. എവിടെയായിരിക്കുമ്പോഴാണ് യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്? ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ. നിസാരവും ക്ഷണികവും എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? ഞങ്ങളുടെ ക്ലേശങ്ങൾ. ബലിയാൽ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വില കെട്ടത്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് ദൈവം അരുളി ചെയ്യുന്നത് എപ്പോൾ? സ്വീകാര്യമായ സമയം. വെരി ഗുഡ്. 12 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എത്ര ശരിയായി എന്ന് നോക്കാം. ലിയ ട്രീസ 12 ചോദ്യങ്ങളിൽ നിന്നും 9.5 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ്. എവിടെ വച്ചാണ് ദേശവിഭജനം പൂർത്തിയാക്കിയത്? ഇസ്രായേൽ ജനത്തിന്റെ അവകാശ ഭൂമിയിൽ ലേവ്യർക്ക് എത്ര പട്ടണങ്ങൾ ഉണ്ടായിരുന്നു? അഭയനഗരങ്ങൾ ആരുടെ ഓഹരിയാണ്? സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ദൈവഭക്തന്റെ മേൽ എന്തിനാണ് അധികാരമില്ലാത്തത്? അത്യുന്നതിന്റെ ഉടമ്പടി അനുസ്മരിച്ച് എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്?
കൽപ്പനകൾ പാലിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിലെ വംശാവലിയിൽ ആരാണ് ദാവീദിന്റെ പുത്രൻ? മകൻ. ഗരസനയുടെ നാട്ടിൽ വലിയ പന്നിക്കൂട്ടം മേഞ്ഞിരുന്നത് എവിടെ? ഒരു കുന്നിൻ പുറത്ത്. എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ലേവിയോകൾ. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്താണ്? പരസ്പരം ജന്മികത്തുകയും. ജിസ്മോൻ 10 ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര ശരിയുണ്ട് എന്ന കാര്യം. ജിസ്മോൻ 10 ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചതിൽ നിന്നും 5 മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ്. ആരാണ് റക്കം? റേക്കം. പാസ്. തപ്പുവ പട്ടണം ആരുടെ അവകാശമായിരുന്നു? മനാസയുടെ. ഏത് ഗോത്രത്തിനെതിരായി ഈജിപ്ത് തോടുള്ളത്? പാസ്. ആരുടെ ഇടയിലാണ് അപവാദം കത്തി ജ്വലിക്കുന്നത്? കർത്താവിനെ പരിത്യജിക്കുന്നവരുടെ ഇടയിൽ. പെട്ടെന്നുള്ള ചണ്ട ഉളവാക്കുന്നത് എന്ത്? പെട്ടെന്നുള്ള ചിന്ത രക്തച്ചൊലിച്ചിൽ ഉളവാക്കുന്നു. പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുള്ളത് എന്ത്? അപവാദം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും പ്രഘോഷിച്ചത് എന്താണ്? ദൈവനീതിയെ. ആരാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത്? ആത്മാവ്. ഏത് സംഭവത്തിന് ശേഷമാണ് അസാധാരണ സംഭവങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് ജനങ്ങൾ സംഭ്രമത്തോടെ പറഞ്ഞു? തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം. ആർക്കാണ് ഭൂരിപക്ഷം നൽകുന്ന ശിക്ഷ ധാരാളം മതി എന്ന് അപ്പോസ്തലൻ പറയുന്നത്? അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന, അതായത് ദുഃഖം ഉളവാക്കിയതിനു. കയീറേ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ത്? ആനന്ദിച്ചാലും. ദൈവം തങ്ങൾക്ക് നൽകിയത് ഏത് ശുശ്രൂഷയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? പാസ്. 12 ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഷിബു തോമസ് 12 ചോദ്യങ്ങളിൽ നിന്നും 7 മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ്. വേഗം റൗണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. വേഗത്തിൽ ഉത്തരം പറയുക എന്ന് തന്നെയാണ്. കൃത്യതയുള്ളവർക്ക് മാത്രം, ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളവർക്ക് മാത്രം എന്ന് പറയാം, അവർക്ക് പറ്റുന്നൊരു കാര്യമാണ്. അതാണിപ്പോൾ സംഭവിച്ചത്. അതും 12 ചോദ്യങ്ങളൊക്കെ 1 മിനിറ്റ് പൂർത്തീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു കൃപയാണ്. അത് ഇവർ പൂർത്തീകരിച്ചിരിക്കുന്നു. വളരെ മനോഹരമായി ഈ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ലതുപോലെ തന്നെയാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഏകദേശം 7നും 12നും മധ്യേ നിന്നുകൊണ്ട് ആ ചോദ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റി എന്നതാണ്. സമാനം റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കടന്നുപോയ 6 റൗണ്ടുകളിലെ ആകെയുള്ള സ്കോർ എന്താണെന്ന് നമുക്ക് കാണാം. സ്നേഹിതരെ, ലോഗോസ് പ്രതിഭാ മത്സരം 2023 6 റൗണ്ടുകൾ ഇവിടെ പൂർത്തിയാകുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് സ്കോർ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. മേരി തോമസ് 41.3 പോയിന്റ്സ്, അമല ഷിൻഡോ 53.8 പോയിന്റ്സ്, ആനി ജോർജ് 47.2 പോയിന്റ്സ്, ലിയ ട്രീസ 44.1 പോയിന്റ്, ജിസ്മോൻ സണ്ണി 32.8 പോയിന്റ്സ്, and ഷിബു തോമസ് 60.6 പോയിന്റ്. പ്രിയരെ, നമ്മുടെ 7ാമത്തെ റൗണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് സമ്മാനം. ഇതിൽ പേര് പറഞ്ഞിരിക്കുന്നത് പോലെ ക്വിസ് മാസ്റ്റർ നിങ്ങൾക്ക് ഓരോ സമ്മാന പൊതികൾ വെച്ചിട്ടുണ്ട്. വേഗം റൗണ്ടിൽ നിങ്ങളുടെ ചോദ്യ സെറ്റ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തതുപോലെ ഈ സമ്മാന പൊതികളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊതി സെലക്ട് ചെയ്യാം. അതിനുള്ളിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഒളിച്ചിരിപ്പുണ്ടാവും. അതിന് ഉത്തരം നൽകുക. ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് ക്വിസ് മാസ്റ്റർ 10 മാർക്ക് തരും. അതല്ല, അപൂർണമാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാർക്ക് കുറയുന്നതുമായിരിക്കും. ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഷിബു തോമസിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്പർ 6. ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതൊരു ലക്കി എലമെൻ്റുള്ള ഒരു റൗണ്ടാണ് കേട്ടോ.
നിങ്ങൾ തന്നെയാണ് ഇവിടെ നിന്നും ഒരു ചോദ്യം എടുക്കുന്നത്. ആ ചോദ്യത്തിന് ചിലപ്പോൾ ഉത്തരമായിട്ട് ചിലപ്പോൾ 2 ഉത്തരമുണ്ടാകും, ചിലപ്പോൾ 3 ഉത്തരമുണ്ടാകും. ചിലപ്പോൾ വചനമായിരിക്കാം, ഉത്തരമായിട്ട് വചനഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പേരുകളോ നാമങ്ങളോ സ്ഥലനാമമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഈ 8 നമ്പറുകളിൽ എവിടെയാണ് ഏതാണ് കിടക്കുന്നതെന്ന് നമുക്കറിയില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതുകൊണ്ട് കൂടെ വന്നിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. ഷിബു തോമസ് റെഡിയാണോ? ഓക്കെ, ഏത് നമ്പറാണ് വേണ്ടത്? ഒന്നാമത്തെ ചോദ്യം ഇതാ: ഹെബ്രോൺ എന്ന പട്ടണത്തിന്റെ പ്രത്യേകതകൾ ഏവ? അതിൻ്റെ പഴയ പേര് കിരിയാത്ത് അർബ എന്നായിരുന്നു. 2 പേരുണ്ട്. അത് കാലബിന് അവകാശമായി കിട്ടിയ സ്ഥലമാണ്. യൂദാ ഗോത്രത്തിൻ്റെ ഇടയിൽ അത് യൂദാ ഗോത്രത്തിൻ്റെ അഭയനഗരമാണ്. അനാക്കിമുകളുടെ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അത് കാലബ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് കൊടുത്തതാണ് ആ സ്ഥലം. പിന്നെയും ആവർത്തിക്കണ്ട, കാലബിന്റെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കർത്താവ് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ലേവ്യരുടെ കൊഹാത്ത് കുടുംബങ്ങൾക്ക് പുരോഹിതനായ അഹ്റോന്റെ സന്തതികളായ കൊഹാത്ത് കുടുംബങ്ങൾക്ക് കിട്ടിയതാണ്. ഇനിയുണ്ടോ എന്തെങ്കിലും? നമ്മൾ ഉത്തരം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഴയ പേര് പറഞ്ഞു തന്നു. കിരിയത്ത് അർബ അത് പഴയ പേര്, അത് പറഞ്ഞു തന്നു. പിന്നീട് ഇത് 3 ഈ ഉത്തരവും 3 അവിടെ വന്നിട്ടുണ്ട്. അതിൽ കൂടാതെ തന്നെ അഡീഷണലായിട്ടും പറയാൻ സാധിച്ചു. വളരെ നല്ലതാണ്. അതൊരു അഭയനഗരമാണെന്ന് പറഞ്ഞു. പിന്നെ അഹ്റോന്റെ സന്തതി തന്നെയാണ് മറ്റേത് പറഞ്ഞത്, കോഹത്ത്. അത് കോഹത്തിനും സെയിം തന്നെയാണ്, അഹ്റോന്റെ സന്തതി തന്നെയാണെന്ന് 21-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും അത് കടന്നു വരുന്നത് കൊണ്ട് തന്നെ 10 മാർക്ക് തന്നെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ജിസ്മോൻ സണ്ണി, ഏതാണ്? 3. യേശു ആരെയൊക്കെയാണ് ശാസിക്കുന്നത്? പിശാചിനെ, പനിയെ, വേറെ എന്തെങ്കിലും ഉണ്ടോ മോനെ? മറ്റു പല രോഗങ്ങളെ, ഓക്കെ. ഉത്തരം പറഞ്ഞത് പിശാചിനെ, പനിയെ, മറ്റു പല രോഗങ്ങളെ എന്നാണ്. കാറ്റിനെയും ശാസിച്ചു. കാറ്റിനെ ശാസിച്ചതിന് ശേഷമല്ലേ അത് അവിടെ ശമനമുണ്ടായത്. അപ്പോൾ ഇവിടെ മാർക്ക് നമ്മൾ പൂർണ്ണമായിട്ടുള്ള മാർക്ക് നമുക്ക് തരാൻ സാധിക്കുകയില്ല എന്ന കാര്യം അറിയാമല്ലോ. ഒരു 6.5 മാർക്ക് തരാം. ഓക്കെ, നമ്പർ എത്രയാണ് മോളെ? 6. ലൂക്കായുടെ സുവിശേഷത്തിൽ 10 ഇടങ്ങളിൽ മോശ എന്ന പേര് ആവർത്തിക്കപ്പെടുന്നുണ്ട്. 2 പ്രാവശ്യമാണ് നമ്മുടെ പഠന ഭാഗത്തുള്ളത്. എവിടെയൊക്കെ? അപ്പോൾ ലൂക്ക 2, ലൂക്ക 2:22. അടുത്ത വചനം പറയൂ. ലൂക്ക 5:14. ഒത്തിരി സമയമെടുത്തുകൊണ്ടാണ് കുഞ്ഞു പറഞ്ഞത്. ഉത്തരം ശരിയാണ്. ലൂക്ക 2:2, 5:14. ബ്യൂട്ടിഫുൾ. നല്ലപോലെ ഇത് ടെൻഷൻ അടിച്ചില്ലേ? നല്ലപോലെ
സമ്മാനമാണല്ലോ, അപ്പോൾ പിന്നെ ഈ ഒരു എലമെൻറ്റും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് എന്നതാണ്. 10 മാർക്കും കൊടുക്കുന്നു അല്ലേ? 10 മാർക്കും കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ സമയം തന്നിട്ടുണ്ട് ഉത്തരം പറയാൻ വേണ്ടി. ഇതിന് സമ്മാനമായതുകൊണ്ട് ഇതൊരു സമ്മാനത്തിൻ്റെ എലമെൻറ്റ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് സമയവും ഇത്തിരി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ആനി ജോർജ് 4. 2 കൊരിന്തോസ് 1:6 2 മാത്രമാണ് ദൈവവചനം പ്രതിപാദ്യ വിഷയമാകുന്നത്. എവിടെയൊക്കെയാണ്? 2:17. 4:2. 2:17 4:2. ബ്യൂട്ടിഫുൾ. ആനി ജോർജും 10 മാർക്ക് നേടിയിരിക്കുന്നു. അതാ ഞാൻ പറയും ഇത് ലക്കിയാണെന്ന് പറഞ്ഞതുകൊണ്ട്. ഇത് എവിടെ ആർക്ക് കിട്ടുന്നത് അതാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്തത് അമല, ഏത് നമ്പറാണ്? 8. ജോഷ്വായുടെ പുസ്തകത്തിൽ ആരൊക്കെയാണ് പുരോഹിതൻ എന്ന് അറിയപ്പെടുന്നത്? പുരോഹിതനായ എലയാസർ, പുരോഹിതനായ ഫിനേഹാസ്, കഴിഞ്ഞു. ഓക്കെ, ഉത്തരം പുരോഹിതനായ എലയാസറും പുരോഹിതനായ ഫിനെഹാസും എന്നാണ് പറഞ്ഞത്. പക്ഷേ എളുപ്പമുള്ളത് മറന്നുപോയി. പുരോഹിതനായ അഹറോൻ മറന്നുപോയി. 21:4 13 അതുണ്ട്. പിന്നെ ഒരിടത്ത് നമ്മൾ കാണുന്നു, ഒരിടത്ത് മാത്രമാണ് നമ്മൾ കാണുന്നത് പ്രധാന പുരോഹിതൻ എന്ന് കാണുന്നുണ്ട്. അഭയനഗരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മാത്രമേ ആ പദം കടന്നു വരുന്നത്, പ്രധാന പുരോഹിതൻ എന്നുള്ളത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇത് 6.5 മാർക്കോടുകൂടി അവസാനിപ്പിച്ചു എന്നത് തന്നെ. അവസാന ചോദ്യം മേരി തോമസ് ആൻറ്റിയിലേക്ക്. ഇനി അവശേഷിക്കുന്നത് 2, 5, 7 ഓപ്ഷൻസുകളാണ്, സമ്മാന പൊതികളാണ്. 5. നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലൂക്ക 5:8 8:41 തമ്മിലുള്ള വൈപരീത്യം വ്യക്തമാക്കുക. വ്യത്യാസം, വൈപരീത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ഷൻ, കോൺട്രറി എലമെന്റ്സ്, വിപരീതം. 41 സിനഗോഗ അധികാരിയായ ജായറോസ് യേശുവിന്റെ കാൽക്കൽ വീണു. 5:8 ശിമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ നൽകണമെന്ന്. രണ്ടും തമ്മിലുള്ള വൈപരീത്യം പറയൂ. അതിൻ്റെ വിപരീതം എന്താണ്? ശിമോൻ പത്രോസ് കാൽക്കൽ തന്നെയാണ് വീണത്. രണ്ടുപേരും കാൽക്കൽ വീണു സത്യമാണ്. പത്രോസ് കർത്താവേ എന്നിൽ നിന്ന് അങ്ങൊന്ന് പോകണമേ, ഞാൻ പാപിയാണ്. പോകണമെന്ന് പറഞ്ഞു. മറ്റേയാളോ? മറ്റേയാള് പറഞ്ഞത് എൻ്റെ ജായറോസ് യേശുവിന്റെ കാൽക്കൽ എൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യാസം എന്താണ്? ആളെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഇവിടെ പത്രോസ് കാൽക്കൽ വീണ് ഏറ്റു പറയുന്നു. ഓക്കെ, ഒരാൾ കാൽക്കൽ വീണ് അകന്നു പോകണമേ എന്ന് പറഞ്ഞു, മറ്റൊരാൾ കാൽക്കൽ വീണ് വീട്ടിലേക്ക് വരണമേ എന്ന് പറഞ്ഞു. ഈ ഉത്തരം വളരെ പൂർണ്ണതയോടുകൂടി തരാൻ സാധിച്ചില്ലായിരുന്നത് കൊണ്ട് തന്നെ ഇതിൽ 10 മാർക്ക് തരാൻ സാധ്യമല്ല. പകരം 8 മാർക്ക് തരുന്നതായിരിക്കും. അങ്ങനെ ലോഗോസ് പ്രതിഭ 2023 ഏതാനും റൗണ്ടുകൾ മാത്രം അവശേഷിക്കുന്ന ഈ നേരത്ത് നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ഇതുവരെയുള്ള സ്കോർ പരിശോധിക്കാം. മേരി തോമസ് 49.3 പോയിന്റ്സ്, അമല ഷിൻഡോ 60.3 പോയിന്റ്സ്, ആനി ജോർജ് 57.2 പോയിന്റ്സ്, മിയ ട്രീസ 54.1 പോയിന്റ്, ജിസ്മോൻ സണ്ണി 39.3 points and Shibu Thomas 70.6 points. ലോഗോസ് പ്രതിഭ 2023 ഇന്നത്തെ മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്.
മികച്ച റൗണ്ടുകളുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ചോദ്യം മേരി തോമസിനോടാണ്. ചോദ്യമില്ല. ലൂക്ക 4:26 പ്രതിപാദിക്കുന്ന സീദോനിലെ സറപ്ത ജോഷുവയുടെ പുസ്തകത്തിലെ ഏതു ഗോത്രത്തിന്റെ ഭാഗമാണ്? ഗോത്രത്തിന്റെ പേര് പറഞ്ഞാൽ. ഉത്തരവുണ്ടോ? ഗോത്രമാണേ, ഏതെങ്കിലും ഒരു ഗോത്രം പറയാം. റമ എന്ന പട്ടണം ഏതു ഗോത്രത്തിലാണ്? കേസറിയിൽ വെച്ചിരുന്ന കാനാനിയുടെ അതില് അത്ര മതി. ഇനി വേറെ ഉത്സവത്തേക്കും പോകും. കേസർ ഗേസർ. അത്ര മതി, ഇനി വേറെ പറയണ്ട.